ഞാൻ വന്നപ്പോൾ ഇരുന്ന റൂം ഇങ്ങനെയാണ്. അതെൻ്റെ മാസ്ക്, ഇതെൻ്റെ ബുക്ക്. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്, ടവല്. എൻ്റെ കയ്യിൽ ഇപ്പം വന്നത് ഞാൻ താഴെ പോയി എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് ഞാൻ വച്ചിരിക്കുന്ന ഇത് അത്യാവശ്യം ചീപ്പായിട്ട് കിട്ടുന്നതാണ്. പക്ഷേ എനിക്കിപ്പം എറണാകുളം സൗത്തിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, സ്റ്റേസ് വളരെ ബോറാണ്. നോർത്തിൽ പിന്നെയും നല്ല സ്റ്റേയും കാര്യങ്ങളും ഉണ്ട്. എൻ്റെ ജീവചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഹോട്ടലിൽ ഞാനിത് പുറത്തു നിന്ന് പോയി മേടിച്ചുകൊണ്ട് വരുന്നത്. അതായത് ഇപ്പം നിങ്ങളിത് കാണുന്ന അതിനകത്ത് കയറിപ്പോൾ കൈ പിടിച്ചിരിക്കുന്നത് ലോഞ്ചിൽ നിന്ന് പോയി മേടിച്ചുകൊണ്ട് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഈ ഹോട്ടൽ ഇരിക്കുന്നത് നമ്മുടെ മാർക്കറ്റ് റോഡ് പമേറ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ. ഇത്ര ഇറസ്പോൺസിബിൾ ആയൊരു ഹോട്ടൽ ഞാൻ എറണാകുളത്തിനകത്ത് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യത്തിന് ഇവിടെ വന്നതാണ്. സൗത്ത് റീജൻസി എനിക്ക് കിട്ടിയില്ല. അവർ പേയ്മെൻറ്റ് ഡിനേ ചെയ്തുകൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു, ഓട്ടോ ക്യാൻസൽ. സോ അതുകൊണ്ട് ഞാൻ വന്ന് പെട്ടതാണ് ഈ പർട്ടിക്കുലർ ഹോട്ടൽ എന്ന് പറയുന്നത്. ഇവിടെ ദൈവത്തെ ഓർത്ത് റൂം എടുക്കരുത്, റിവ്യൂസും കൊള്ളൂല. ചിലപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിളായി കിട്ടുമായിരിക്കും, പക്ഷേ ഒരു ഹോസ്പിറ്റാലിറ്റി ട്രീറ്റ്മെൻറ്റ് അതിലൊക്കെ വളരെ ബാഡാണ് ഈ ഹോട്ടലുകാർ. ഞാനിപ്പോൾ ലിഫ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചായിരുന്നു. ലിഫ്റ്റിൽ നിന്നപ്പോൾ ഈ ഇത് ഞാൻ കാണിച്ചത്, അതിൻ്റെ അർത്ഥം താഴെ നിന്നാണ് ഞാൻ ആ സാധനം കൊണ്ടുവരുന്നത്. ഇവിടെ എങ്ങുമില്ല. ഞാൻ റൂം കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ ആ വിശിഷ്ട ഹോട്ടലിലെ ടവൽ, ഇപ്പം കിട്ടിയ ടവൽ ഡേർട്ടും എടുക്കുന്നുണ്ടോ? ഡോറിൻ്റെ കണ്ടീഷൻ കണ്ടോ, ഇളകി പറഞ്ഞ്. സോ ഞാൻ ഇവിടെ വന്നതൊരു 2 മണി അടുപ്പിച്ചാകുമ്പോഴാണ് ഞാൻ ഫുഡൊക്കെ അടിച്ചിട്ട് വന്നത് ഈ റൂമിൽ. സോ നമ്മൾ വന്ന റൂം ചെക്ക് ഇൻ ചെയ്യുമ്പോൾ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മുടെ ID കാർഡ് കൊടുക്കണം, ഇതൊക്കെ കൊടുക്കാം. പക്ഷെ നമ്മുടെ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുക, അയാൾക്ക് റൂം സെലക്ട് ചെയ്യാൻ ടൈം എടുക്കുന്നു എന്നുണ്ടെങ്കിൽ ബേസിക് മര്യാദ അടുത്ത് നിൽക്കുന്ന ഒരാൾ, നമ്മൾ നേരത്തെ ഓൺലൈനിൽ പൈസ ഇട്ടിട്ട് വന്ന ടീമാണ് റൂം ബുക്ക് ചെയ്തിട്ട്. അപ്പോൾ ബേസിക് ആയിട്ട് എൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും മേഡം അല്ലെങ്കിൽ സാർ ഒന്ന് വെയിറ്റ് ചെയ്യും, അവിടെ ഇരിക്കും എന്ന് പറയുന്ന ഒരു ഉപചാര മര്യാദയാണ്. ഈ റിസപ്ഷനിൽ നിന്ന പെൺകുട്ടി, അവിടെ നിന്നിരുന്ന വ്യക്തി, ഡ്യൂട്ടി ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. സാമാന്യ ഒരു മര്യാദയ്ക്ക് മേഡം വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തണം. അതുപോലും ചെയ്യാതെ മൈൻഡ് ചെയ്യാതെ നിന്നൊരു കുട്ടിയാണ്. പിന്നെ എനിക്ക് ഓട്ടോയ്ക്ക് കൊടുക്കാൻ വേണ്ടി ചേഞ്ച് ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാർ തരൂല. എറണാകുളത്ത് വരുന്നൊരു ശ്രദ്ധിച്ചോണം, 100 രൂപയും കൊണ്ടുവന്ന് 20 രൂപ ഓട്ടോയാൽ ഇവന്മാർ ബാക്കി. അങ്ങനെ റൂം ചെക്ക് ഇൻ ചെയ്യുന്നിടത്ത് എന്നെ 10 മിനിറ്റോടെ പിടിച്ച് നിർത്തിയേക്കുക. ആ പുതിയ കസ്റ്റമർ എനിക്ക് മുന്നേ വന്നു, ഓക്കെ. പക്ഷെ അവർ വോക്കില്ല, അവർ റൂം സെലക്ട് ചെയ്യാൻ അവർക്ക് ടൈം എടുക്കും. അവർ ഫോം ഫിൽ ചെയ്യുന്ന സമയം കൊണ്ട് എന്നെ ചെക്ക് ഇൻ സ്മൂത്തായിട്ട് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവർ ചെയ്തില്ല. പിന്നെ റൂമിലേക്ക് ഒരു ചാവി തന്നിട്ട് ഇതാണ് റൂം എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ ഇങ്ങനെ കയറി വന്നു. ആ റൂമിൻ്റെ ഡോറിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് കാർഡ് റീഡർ സ്കാൻ ചെയ്യാൻ, പക്ഷെ കീ ഇട്ട് തുറന്നാൽ മതി. അപ്പം എന്തായാലും നമുക്കറിയില്ല, ഒരാളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഉപചാര്യം മര്യാദ ഇല്ലാതെ ഇങ്ങനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു ഗസ്റ്റ് പുതിയതാണ് പ്രോപ്പർട്ടിയിൽ, ഒന്നെങ്കിൽ ഒരാൾ വരണം, ഒരു റൂം ബോയോ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു റൂം ലേഡിയോ എന്തെങ്കിലും സ്റ്റാഫ്. ഇത് വരാതെ ചുമ്മാ കയറ്റി വിട്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ കാർഡ് റീഡറാണ്. ഞാൻ പോകുന്ന ഹോട്ടൽസിലെല്ലാം കാർഡ് റീഡറാണ്, ഇതും കാർഡ് റീഡറാണ്. പക്ഷെ കാർഡ് റീഡ് ആവുന്നില്ല ആ ഡോറിൽ. അപ്പം എന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ അപ്പോഴും ഇപ്പം ഇംഗ്ലീഷ് അറിയുന്നവർക്ക് വായിക്കാം, സ്കാൻ ദ കാർഡ് ടു ഓപ്പൺ എന്നാണ് ഡോർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ഇതിന് മുമ്പുള്ള വീഡിയോ ബിറ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. സ്കാൻ ദ. അങ്ങനെ ഞാൻ അവരെ വിളിച്ചിട്ട് ഇപ്പം 10 മിനിറ്റിന് വരുമെന്ന് പറഞ്ഞിട്ട് അവർ ഇതുവരെയും വന്നില്ല. അതിന് ശേഷമാണ് ടവല് ഞാൻ വീട്ടിലിരുന്ന് ഞാൻ റൂമിലിരുന്ന് വിളിച്ച് ടവല് അത് ഇപ്പം തരാൻ വേണമെന്ന് പറഞ്ഞിട്ട് അവർ തന്നില്ല. നമുക്കിപ്പോൾ വന്നിട്ട് ഇത് മെയിൽ കഴിയണമെങ്കിൽ ടവല് വേണ്ടേ, അതിവിടെ ഇല്ലായിരുന്നു. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്തൊരു ഗസ്റ്റ്. അപ്പം ഞാൻ ചെക്ക് ഇൻ ചെയ്യുമെന്ന് ഞാൻ ട്രെയിനിൽ വെച്ച് ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നേത്രാവതിയിൽ വെച്ച്, ഇവിടുത്തെ റിസപ്ഷൻ ബോയിനെ, സ്റ്റാഫിനെ. അപ്പം അദ്ദേഹം ഇത് റെഡിയാക്കി വെക്കണം. ചുമ്മാ ഒരു സോപ്പ് മാത്രം വെച്ചിട്ട് ടവല് വെക്കാതെ, ഒന്നെങ്കിൽ ചിലപ്പോൾ ലോണ്ടറിന്ന് ടവല് വന്നാൽ അത് അവർ കയറുമ്പോൾ പറയണം, മേഡം ടവല് വന്നിട്ടില്ല, 6:30 ശേഷമേ വരൂ. ഇതൊന്നും പറയാതെ കൊടുത്തു വിടാമെന്ന് പറഞ്ഞു. സോ മറ്റാർക്കും ഈ ഗതി വരാതെ ഇരിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആസ് എ ബ്ലോഗർ ആൻഡ് ഇൻഫ്ലുവൻസർ എൻ്റെ ഡ്യൂട്ടിയാണ്. നിങ്ങളിപ്പോൾ അന്യനാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ഹോട്ടലിൽ പെട്ടുപോയി ഒരു റൂം എടുക്കേണ്ട ആവശ്യകതയില്ല. നോട്ട് ചെയ്യുക, ഹോട്ടൽ പമേറ ഇൻ ഗ്രാൻഡ് ഇൻ എന്ന് പറഞ്ഞ് നമ്മുടെ കാനൺ ഷെഡ് റോഡ് കൊളംബോ ജംഗ്ഷനിലാണ് ഈ സംഭവം വരുന്നത്. അവിടുത്തെ ഈ പ്രോപ്പർട്ടി നിങ്ങൾ എടുക്കാതിരിക്കുക. കാരണം എന്നിവർ ഒരു ക്ലയൻറ്റ് മാനേജ്മെൻറ്റും പിന്നെ ഒരു ബിസിനസ് ഇവർക്ക് സർവീസോടുകൂടി കൊടുക്കണമെന്ന് തോന്നുന്നു, അന്ന് ഈ ഹോട്ടൽ റൺ ചെയ്യട്ടെ. അല്ലെങ്കിൽ എൻ്റെ ലൈസൻസ് കട്ട് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ റിക്വസ്റ്റ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സോ ബെറ്റർ ഇങ്ങനത്തെ ഹോട്ടൽസിലൊന്നും ചെന്ന് റൂംസ് എടുക്കാതിരിക്കുക. ചിലപ്പോൾ നമുക്ക് വേറെ നിവർത്തി ഇല്ലാതെയാവും. ഇപ്പോൾ എറണാകുളം നോർത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല പ്രീമിയംസ് ആയിട്ടുള്ള സ്റ്റേസ് ഉണ്ട്, സൗത്തിൽ അതില്ല. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതിലെങ്കിലും കയറിയേ പറ്റൂ. പക്ഷേ ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം ഞാൻ സത്യസന്ധമായിട്ടുള്ള റിവ്യൂസ് പറയും. ഹോട്ടൽ പമേറ ഗ്രാൻഡ് ഇൻ എന്ന് പറയുന്നത് ഗൂഗിളിൽ നിങ്ങൾ അടിച്ചു നോക്കൂ, കാനൺ ഷെഡ് റോഡ്, അവിടെ തന്നെ നെഗറ്റീവ്സ് ആണ് ആദ്യം വരുന്നത്. സോ നമുക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂ, ഒരു എക്സാം ഇൻ്റർവ്യൂ, PSC ഇൻ്റർവ്യൂ എന്തെങ്കിലും വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റേ നോക്കുമല്ലോ, അതിൻ്റെ പേരിൽ ഞാൻ എടുത്തതാണ്. അല്ലാതെ ഞാനിവിടെ എൻജോയ് ചെയ്യാനോ
മസ്തി അടിക്കാനോ ഒന്നും വന്ന ഒരാളല്ല. അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം വരുമ്പോൾ ഒരു ബേസിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്യാത്ത ഹോട്ടൽ എന്തിന് ഈ എറണാകുളം സിറ്റിയിൽ എന്നുള്ളത് വേണം ആലോചിക്കാൻ. സോ ഇതിപ്പോൾ എറണാകുളം കമ്മീഷണേഴ്സോ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഹോണറബിൾ അതോറിറ്റീസ് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള മേളിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഹോട്ടലിനെതിരെ ആക്ഷൻസ് എടുക്കുക. ഈ ഹോട്ടലിൽ സർവീസ് ഓറിയൻറ്റഡ് ആക്കി റൺ ചെയ്യാൻ പറയുക. അവർക്കൊരു വാർണിംഗോ മറ്റോ കൊടുക്കുക. ചുമ്മാ പൈസ മേടിക്കണം, നമുക്ക് ബേസിക് ആയിട്ടുള്ള ടൗല് തരുന്നില്ല, ഡോർ ഓപ്പൺ ആവുന്നില്ല, അവിടെ അറ്റൻഡ് ചെയ്യാൻ സ്റ്റാഫുകളില്ല, ക്വിക്ക്ലി ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റാഫുകളില്ല, ഫ്രണ്ട് ഓഫീസ് ഡെസ്ക് വളരെ ഇറസ്പോൺസിബിൾ ആണ്. ഇങ്ങനെ ഉള്ളിടത്തോളം കാലം ഈ ഹോട്ടൽ ഇവിടെ നടത്തുന്നതുകൊണ്ട് എന്താ ഗുണം? ആ മാനേജർക്ക് ഇത് അവരുടെ VC ആണ്, വിസിറ്റിംഗ് കാർഡ്. ഇതിൽ സെക്കൻഡ് നമ്പർ ഉണ്ടോ 9562526699. ഈ നമ്പർ മാനേജറിന്റെ ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഫസ്റ്റ് വൺ റിസപ്ഷനെ വിളിച്ചിട്ട് കാര്യമില്ല, ഉത്തരവാദിത്തം ഇല്ലാത്ത സ്റ്റാഫുകൾ എടുക്കൂ. ആ നമ്പർ റീച്ചബിളേ അല്ല. ചോദിച്ചപ്പോൾ പറയുന്നത് അങ്ങനെ മീറ്റിങ്ങിലാണ്. എനിക്ക് തോന്നുന്നൊരു ഡമ്മി നമ്പർ ആവാനേ ചാൻസ് ഉള്ളെങ്കിൽ ഇവരുടെ തന്നെ റിസപ്ഷൻ്റെ വേറെ നമ്പർ ആയിരിക്കും. ഇതുപോലുള്ള ഹോട്ടലുകളിൽ ഒരു വിസിറ്റിംഗ് കാർഡ് അടിക്കുമ്പോൾ നിങ്ങളുടെ മാനേജേഴ്സ് അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ഫ്രണ്ട് ഓഫീസ് ഇങ്ങനെ ഒതുക്കി തീർക്കുന്നുണ്ട്. മീൻസ് ആൾക്കാർ, നമ്മൾ കസ്റ്റമേഴ്സ് അവർക്കെതിരെ ചോദ്യം ചെയ്യുന്നതിനായിട്ടുള്ള സാധനം കിട്ടാത്ത നിങ്ങളുടെ നമ്പർ സത്യസന്ധമായിട്ടുള്ള ഇതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും മൂട്ടിൽ വെച്ചേക്കണം. കാരണം വിഷയം വൾഗറായി കഴിഞ്ഞ് ഇപ്പം തന്നെ ഇത് എന്ത് ചെയ്യുവാണ്, സോഷ്യൽ മീഡിയാസിൽ സ്പ്രെഡ് ആകുവാണ് ഈ ഒരു ബാഡ് ഇൻസിഡൻറ്റ്. സോ ഇതിൽ വിളിച്ച് നിങ്ങൾക്കൊരു സോറി പറഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത കസ്റ്റമർ റെക്ടിഫൈ എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സോ ഐ എം വെരി സോറി. എനിക്കിത് പൊതു പബ്ലിക്കിലേക്ക് പറഞ്ഞാലേ പറ്റത്തുള്ളൂ. ഇതിന് മുമ്പ് പല റിസോർട്ട്സിലും ഞാൻ പോയി വളരെ തിക്ത അനുഭവം ഇതുപോലെ അവരും തരാൻ നിന്നിട്ടുണ്ട്. അവരൊക്കെ പക്ഷേ ഇനിയുള്ളവർക്ക് ഫീഡ്ബാക്ക് എടുക്കും നമ്മുടെ അടുത്ത്. ഇത് എന്തൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായത് അത് അവരൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് ഫീഡ്ബാക്സ് എടുക്കും. മേഡം എന്തായിരുന്നു പ്രശ്നം, ഇനി അടുത്തിന് അങ്ങനെ ഉണ്ടാവത്തില്ല എന്നൊരു പ്രോമിസ് തരുന്നതുകൊണ്ടാണ് നമ്മൾ പൊതുമാധ്യമങ്ങൾ അത് പറയാത്തത്. കാരണം സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. സോറി പറയാത്തടത്ത് നമുക്ക് എങ്ങനെ ഇത് നന്മയ്ക്ക് വേണ്ടി ഇത് ആൾക്കാരെ അറിയിക്കാം, ആൾക്കാർ പോയി ആ റൂമുകൾ എടുക്കാതിരിക്കാം എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മളിത് പറയുന്നത്. ഒപ്പം അവർക്ക് അപാകത ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അത് കഴുതി കൂട്ടി എനിക്ക് ആ ഹോട്ടലിനോട് വിരോധം ഉള്ളതുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. സോ ആ സെൻസിൽ അധികൃതർ എടുക്കുക, നല്ല രീതിയിൽ ഇത് എന്ത് ചെയ്യുക, റണ്ണാക്കി കൊണ്ടുപോകാൻ നോക്കുക. ഇനിമേൽ ഒരു സാധാരണക്കാർക്കും എന്ത് വരരുത്, ഒരു പ്രശ്നം വരരുത്. ഇനി ഞാനും സാധാരണക്കാരനാണ്, ഒരു ബ്ലോഗറും ഇൻഫ്ലുവൻസറും. ഇതുപോലുള്ള നല്ല നല്ല ജനഹിതമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ, എൻ്റർടൈൻമെൻറ്റിനോടൊപ്പം ഈ നല്ല നല്ല കാര്യങ്ങൾ അറിയണമെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ സുജേഴ്സ് ഡെയിലി ഡാസിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഒരു ജസ്റ്റ് ബിറ്റേ ഞാൻ ഇടുന്നുള്ളൂ. ബട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് എന്തിൽ വരും, യൂട്യൂബ് ചാനലിൽ വരും. സോ പ്ലീസ് ഡു വാച്ച് ഇറ്റ് and be careful about such stays where you are not given any human value and they are just utilizing you for money. I mean taking your money and not giving you the basic need at all. So that's what I meant by utilizing. Thank you and bye. പിന്നെ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ വൈഫൈ ടെക്നോളജി ഫ്രണ്ട്ലി ആയിട്ടുള്ളതെല്ലാം വൈഫൈയുടെ പാസ്വേഡ് അവർ പറഞ്ഞു തരുന്നില്ല. മനഃപൂർവ്വം നമ്മൾ ഡേറ്റ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ അത് നമുക്ക് അവകാശമുള്ളൊരു സാധനമാണ്. ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഹോട്ടൽ സ്റ്റേ ആണ്, അല്ലെങ്കിൽ ഇന്നതാണ് മേഡം എന്ന് പറഞ്ഞ് കയറ്റുന്നതാണ് ഒരു പക്ക ഹോസ്പിറ്റാലിറ്റി ഉള്ളത്. അതിൻ്റെ പുറകെ നമ്മൾ നടന്ന് ഫോൺ എടുക്കാതിരിക്കുക, അവർ പറയാത്ത അവസ്ഥയും വരുമ്പോൾ അതൊരു മോശമായ ഹോട്ടൽ സർവീസാണ്, സ്റ്റേ സർവീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് തിരിച്ചറിയാനുള്ള ബോധം മനുഷ്യരെ നമുക്ക് വേണം. ഓക്കെ, സോ വീണ്ടും ഇതുപോലെ നല്ല നല്ല മാനുഷിക മൂല്യങ്ങൾ നിറഞ്ഞ വ്ളോഗ്സ് കാണാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സുജേഴ്സ് ഡെയിലി ഡാസിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.